ക്രൈസ്തവർക്കെതിരെ അതിക്രമം തുടരുകയാണ് സംഘപരിവാർ. ആദിവാസി ആചാരങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ നീക്കം എന്നാരോപിച്ച് ഛത്തീസ്ഗഡിൽ ഇന്ന് സംഘപരിവാർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിലും വ്യാപകമായ അക്രമമുണ്ട്. ദില്ലിയിൽ കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ അതിക്രമത്തിൽ കേസെടുക്കാതെയാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, രാജ്യവ്യാപകമായി തന്നെ ക്രൈസ്തവരെ പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് വേളയിൽ ആക്രമിക്കാനുള്ള നീക്കമാണ്. കേരളത്തിൽ പോലും അതിനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ ആരംഭിച്ചത് നാം കണ്ടു. പക്ഷേ ഇവിടെ പോലീസും സംവിധാനങ്ങളും കൃത്യമായി തടയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്താണ് ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം, പ്രത്യേകിച്ച് മധ്യപ്രദേശ് അടക്കം, ഛത്തീസ്ഗഡ് അടക്കം, ദില്ലിയിലടക്കം? വിഷ്ണു തലവൂർ. ജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ ഒരു ക്രിസ്മസ് ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ഒരു അതിക്രമം തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ അഴിച്ചുവിടുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ കഴിയും ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വലിയ തലത്തിലൊരു അതിക്രമം തന്നെയാണ് ഉണ്ടായത്. ദില്ലിയിലടക്കം ഈ കരോൾ സംഘത്തിനെതിരെയുമുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ദില്ലിയിൽ ഇത്തരത്തിൽ കരോൾ സംഘത്തിനെതിരെ ഉണ്ടായ അതിക്രമത്തിൽ ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ദില്ലി പോലീസ് പറയുന്നത് നിലവിൽ പരാതികളൊന്നും തന്നെ ലഭിക്കുന്നില്ല, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയുകയില്ല എന്നൊരു വാദമാണ് ദില്ലി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഛത്തീസ്ഗഡിൽ ഇന്ന് ഇത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗം ഈ ആചാരങ്ങൾക്കെതിരെയാണ് നീങ്ങുന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകളുടെ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ ബന്ദ് ആചരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ സംഘടനകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സമീപിച്ചിരുന്നു. CBCI ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ബന്ദ് നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള നടപടി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകണമെന്നതാണ്. കാരണം ഈ ക്രിസ്മസിന്റെ തലേന്നായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ സംഘപരിവാർ സംഘടനകൾ ബന്ദ് നടത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളുടെ സുരക്ഷ അടക്കം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കഴിഞ്ഞ ദിവസം സമീപിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ CBCI ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന ഒരു ആവശ്യം കൂടി എന്തായാലും സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. അജിംഷാദ്, ശരി, തീർച്ചയായിട്ടും ഭീതിയുടെ മറവിൽ തിരുപ്പിറവി ആഘോഷം ആഘോഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ക്രൈസ്തവ ലോകം മാറുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ വ്യാപകമായ അക്രമം. അത് വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഛത്തീസ്ഗഡിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ദില്ലിയിലുണ്ട് അടക്കമുള്ള വിവരങ്ങളാണ്. ഇതുകൊണ്ട് പോലീസ് കാണിക്കുന്ന നിരാസം, പോലീസ് കാണിക്കുന്ന നിസ്സംഗതയൊക്കെ വലിയ അർത്ഥത്തിൽ ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് ക്രൈസ്തവ ലോകത്തിൻ്റെ. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ നൽകിയത്.